ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെനക്കത്തൂർ കാവിലെ പൂരത്തിൻ്റെ തലേദിവസമായിരുന്നു. നാളെയാണ് ചെനക്കത്തൂർ കാവ് പൂരം. അപ്പോൾ ഞാനിന്ന് അമ്പലത്തിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചു. പോയിട്ട് അതുവഴിക്ക് തന്നെയാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടു. പതിവ് പോലെ തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ടായിരുന്നു കേട്ടോ പോയത്. പോയി നോക്കിയപ്പോഴോ അവിടെ നല്ല ഗംഭീര ക്യൂ ആണ് കാണുന്നത്. ഞാനും ക്യൂവിൽ നിന്നു കേട്ടോ. എന്തായാലും ക്യൂ നല്ല സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ബോറടിയും തോന്നില്ല. പക്ഷെ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു. നല്ല ചുട്ട് പൊള്ളുന്ന വെയിലത്ത് ഞാൻ നിന്നു. പക്ഷേ എനിക്ക് എങ്ങനെയും ഭഗവതിനൊക്കെ ഒന്ന് നന്നായി കാണുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ക്യൂവിലൊക്കെ നിന്നു കേട്ടോ. ഒറ്റയ്ക്കായിരുന്നു പോയത്. കുഴപ്പമില്ല, നമുക്ക് ഒറ്റയ്ക്കുള്ള യാത്രകൾ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങോട്ട് കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കടകൾ, എന്നിട്ട് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ കേട്ടോ. അറിയാലോ പൂരം സമയത്തൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ ചുമ്മാ അങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് അങ്ങനെ അവിടം വരെ എത്തും കേട്ടോ. കുറച്ച് നേരം ക്യൂവിലൊക്കെ നിൽക്കുന്നുണ്ട്. ലോങ് ക്യൂ ആയിരുന്നു, കുറേ വളഞ്ഞ് തിരിഞ്ഞ്. പക്ഷേ അമ്പലത്തിനുള്ളിൽ കയറി പിന്നെ നല്ല സൂപ്പറായി. നല്ല വെയിലാണ് കേട്ടോ. അതാണ് ഞാൻ നോക്കുന്നത്. കണ്ടോ, നല്ല പൊരി വെയിലായിരുന്നു. വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ ആൾക്കാരോടൊക്കെ സംസാരിച്ച്. പിന്നെ നല്ലവരായിട്ടുള്ള നാട്ടുകാരായിരുന്നു പാലപ്പുറത്തുള്ളവർ. പാലപ്പുറത്താണ് ചെനക്കത്തൂർ കാവ്. ഒറ്റപ്പാലം പാലപ്പുറം. നല്ല ആളുകളാണ്, അധികം ജാടയൊന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഞാൻ നടന്നു. ഓക്കെ, അങ്ങനെ കണ്ടോ അവിടം വരെ ക്യൂ കേട്ടോ. അത്രയും വലിയ ക്യൂ ഉണ്ട്. അതാ വളകളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി വളകൾ. ഞാൻ പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല, എല്ലാം കണ്ടുകൊണ്ട് നടന്നു. നല്ല കളർഫുള്ളായിട്ടുള്ള ബൺസ് ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ ജസ്റ്റ് അമ്പലത്തിലേക്ക് തൊഴണം. അമ്പലത്തിൽ തൊഴണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിക്കാനും നിന്നില്ല. ഫുഡൊന്നും കഴിക്കാതെയാണ് കേട്ടോ വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒരു 10 മണി 10:30 ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, വിശപ്പൊന്നും എനിക്ക് അറിഞ്ഞില്ല. അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിലും എനിക്ക് വിശപ്പ് അറിയില്ല. അമ്പലത്തിൽ അങ്ങനെ ഒരു ഓളത്തിൽ ഞാനങ്ങനെ പോവും. അങ്ങനെ ഇതാണ് കേട്ടോ ചെനക്കത്തൂർ കാവ്. ഇവിടെ കീഴ്ക്കാവിലമ്മയുണ്ട്, മേൽക്കാവിലമ്മയുണ്ട് കേട്ടോ. കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങുമ്പോൾ ഞാൻ സെൻട്രൽ പോർഷനായിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ. അവിടെ ബോർഡ് വെച്ചതിൻ്റെ താഴത്താണ് കീഴ്ക്കാവിലമ്മ, ഇപ്പുറത്തെ സൈഡിലാണ് മേൽക്കാവിലമ്മ. നമ്മളെപ്പോഴും തൊഴുമ്പോൾ ആദ്യം കീഴ്ക്കാവിലമ്മേനെ തൊഴുതിട്ടാണ് കേട്ടോ മേൽക്കാവിലമ്മയ്ക്ക് പോവുക. അപ്പോൾ അങ്ങനെ ക്യൂ അങ്ങനെ വളഞ്ഞിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കൗണ്ടറിൽ നിന്ന് 2 വഴിപാടൊക്കെ ചീട്ടാക്കി പായസത്തിനൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ നടന്നു, ഇങ്ങനെ ക്യൂവിൽ നിന്നു. പക്ഷെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, രസകരമായിരുന്നു. ക്യൂ ഒക്കെ വേഗം വേഗം പോയി. ഞങ്ങൾ തൊഴുതിറങ്ങിയത് നടയടച്ചു. ഭാഗ്യം കൊണ്ട് ദേവി നമ്മൾ കണ്ടോ. ഇത് കുതിരയുടെ തലകളാണ് കേട്ടോ. ഈ അമ്പലത്തിലെ പ്രത്യേകതയാണ് കുതിരക്കളിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത്. നാളെ പൂരത്തിന് നല്ല ഗംഭീര കുതിരകളായിരിക്കും ഉണ്ടാവുക, വലിയ വലിയ കുതിരകൾ. ആ കുതിരകളുടെ മുകളിൽ വയ്ക്കാനുള്ള തലകളാണ് ആയിരിക്കുന്നത് കേട്ടോ. അത് അമ്പലത്തിൻ്റെ ചുറ്റും നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് കയറി. പക്ഷേ ഇവിടെ വീഡിയോ അലൗഡ് അല്ല. ഞാൻ ജസ്റ്റ് ഉൾവശത്തിൻ്റെ ഉള്ളിലേക്ക് പ്രതിഷ്ഠയിലേക്ക് കൊണ്ടുപോയില്ലെങ്കിലും ഞാൻ ക്യൂ നിൽക്കണമെന്ന് ജസ്റ്റ് എടുത്തെന്ന് മാത്രം കേട്ടോ ഗൈസ്. നല്ല അലങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തൊഴുതിറങ്ങി. തൊഴുന്നത് പിന്നെ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കീഴ്ക്കാവിലും മേൽക്കാവിലൊക്കെ തൊഴുത് പുറത്തേക്ക് വന്നു. അപ്പോൾ അതാ റോഡിൻ്റെ സൈഡിൽ നല്ല അടിപൊളി ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ചെനക്കത്തൂർ കാവിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ഞാനിപ്പോൾ കാണിക്കും. നല്ല സൂപ്പർ ഫുഡ് കേട്ടോ, അടിപൊളി ഫുഡ്. ദോശയുടെ ഷേപ്പ് മാത്രമേ എനിക്ക് കിട്ടിയ ദോശ അങ്ങനെ കുറച്ച് വാലുള്ള ദോശയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ദോശയുടെ ഷേപ്പ്. ചേട്ടൻ സാമ്പാർ കപ്പിൽ ബോളിൽ വേണോ ചോദിച്ചിട്ട് ഒഴിക്കുന്നതിനേക്കാൾ ശരി എന്നാൽ ബോളിൽ തരാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണേ. അതായിട്ട് ബോളിൽ കൊണ്ടുവന്നു തരും കേട്ടോ സാമ്പാർ. വാലുള്ള ദോശയാണെങ്കിലും ഞാനത് കഴിച്ചു. എനിക്കും കുറച്ച് വാലുണ്ട്, അതുകൊണ്ട് തന്നെ ദോശയ്ക്കും വാലുണ്ട്. വാലുള്ള ദോശ നോക്കിയിട്ട് ചേട്ടൻ തന്നെ. ഇതാണ് കേട്ടോ ഹോട്ടൽ വൈശാഖ് വെജിറ്റേറിയൻ ഹോട്ടലാണ്. ചെനക്കത്തൂർ കാവിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്.
അത് കഴിഞ്ഞിട്ട് അതും കഴിച്ചിട്ട് ഇതാ നമ്മൾ നമ്മുടെ ലക്കിടി പുഴയാണ് കാണുന്നത്, ഭാരതപ്പുഴയുടെ കൈവഴിയായിട്ടുള്ള ലക്കിടി പുഴ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ. അത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ, എല്ലാവരും കാണണേ.